ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കോട്ടക്കൽ ബൈപ്പാസിലാണ്. കോട്ടക്കൽ ബൈപ്പാസിൽ പുതിയ മാറ്റങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് കോട്ടക്കൽ ബൈപ്പാസിലെ പുതിയ കാഴ്ചകൾ കാണാം. ഇവിടെയാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇവിടെ ഒരു ഡ്രെയിനേജ് സിസ്റ്റം ഒക്കെ കൊടുക്കുന്നത് കാണാം. നമുക്ക് നമ്മളിവിടെ കഴിഞ്ഞൊരു വീഡിയോ എടുക്കാൻ വന്ന സമയത്ത് ഇവിടെയൊക്കെ ഡ്രെയിനേജ് വർക്ക് പകുതി ആയിട്ടുള്ളതെന്ന്. ഇപ്പോഴും അതുപോലെ തന്നെയാണ്, വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. എന്നാലും ഇവിടെ ഇപ്പോൾ പുതുതായിട്ട് കുറേ ഭാഗത്ത് കോൺക്രീറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ കാണാം, അന്നൊക്കെ മഴ ഉള്ളതുകൊണ്ട് നല്ല വെള്ളം നിറഞ്ഞു നിൽക്കുന്ന ഒരു ഭാഗമായിരുന്നു, ചളിയായിട്ട് കിടക്കായിരുന്നു. ഇപ്പോൾ ഇവിടെ അതൊക്കെ മാറ്റി വെള്ളം ഒഴിവായിട്ടുണ്ട്. കുറേ ഭാഗത്ത് വീണ്ടും മുന്നോട്ടുള്ള ഭാഗത്തൊക്കെ ഡ്രെയിനേജ് കൊടുക്കുന്നുണ്ട്. അവിടുന്ന് അങ്ങോട്ടുള്ള മുന്നോട്ടുള്ള ഭാഗത്തൊക്കെ ഡ്രെയിനേജ് ആയിരിക്കില്ല. അവിടുന്ന് അങ്ങോട്ട് ചെരിഞ്ഞൊരു രീതിയിൽ മണ്ണ് ഇങ്ങനെ നിരത്തി ഇട്ട അങ്ങനെ ഒരു രീതിയിലാണ് ചെയ്യുന്നുണ്ട്. പിന്നെ പുൽത്തകിടകളൊക്കെ വെക്കുക. ഇവിടെ കാണാം, താഴെ ഭാഗത്ത് നിലത്തൊക്കെ കോൺക്രീറ്റ് ചെയ്ത് ഇങ്ങനെ ഒരു കോൺക്രീറ്റ് വാള് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിലാണ് ഇവർ ഡ്രെയിനേജ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഭാഗത്ത് ഇനിയും ഡ്രെയിനേജ് വരാനുണ്ട്. അവിടെ വരെ ആണ് തോന്നുന്നത്. ബാക്കിയുള്ള അങ്ങോട്ട് ക്രഷ് ബാരിയർ വെച്ച് കാണുന്നുണ്ടല്ലോ. ഇവിടുന്ന് അങ്ങോട്ട് ക്രഷ് ബാരിയർ വെച്ചിട്ടുണ്ട്. അവിടെ വരെയാണ് ലാസ്റ്റ് ആയിട്ട് ഡ്രെയിനേജും ഇതുപോലെയുള്ള കോൺക്രീറ്റ് വാളും കൊടുക്കുന്നത്. ബാക്കിയുള്ള ഭാഗത്തൊക്കെ ഇങ്ങനെ ചെരിഞ്ഞ രീതിയിലുള്ള ഒരു ഡിസൈനിലാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ വർക്കുകളൊക്കെ അവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ താൽക്കാലികമായിട്ട് അവിടെ ഒരു കുറച്ച് ഭാഗത്ത് വെള്ളം സ്റ്റോപ്പ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ഇതിലേക്ക് ഒഴുക്കി വിടാനായിരിക്കും എന്ന് തോന്നുന്നത്. അപ്പോൾ ഇവിടെ ഡ്രെയിനേജിൻ്റെ വർക്കുകൾ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കോട്ടക്കൽ ബൈപ്പാസിൽ വർക്കുകൾ വളരെ കുറച്ച് മാത്രമാണ് ഇനിയുള്ളത്, തീരാറായിട്ടുണ്ട്. അപ്പോൾ ഇതിലൂടെയുള്ള യാത്രകൾ അധികം വൈകാതെ തന്നെ തുടങ്ങുമെന്നാണ് തോന്നുന്നത്. ഇപ്പം തന്നെ കുറേ വാഹനങ്ങൾ ഓടിപ്പോകുന്നുണ്ട്, കാണാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒരു സപ്പോർട്ട് തരിക. അപ്പോൾ നമുക്ക് ഇനി മുന്നോട്ടാണ് പോകുന്നത്. മുന്നോട്ടുള്ള കാഴ്ചകൾ നമ്മുടെ ലാസ്റ്റ് ഭാഗത്ത് എന്താണ് ഇനി വർക്കുകൾ, എത്രത്തോളം വർക്കുകൾ ബാക്കിയുണ്ട്, ഇനി എവിടൊക്കെയാണ് ടാറിങ് നടക്കാനുള്ളത്, അതൊക്കെയാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. ഇത് നല്ലൊരു ക്ലൈമറ്റ് ആണ്, അതുകൊണ്ട് നമുക്ക് നല്ല രീതിയിലുള്ള വീഡിയോ, അടിപൊളിയായിട്ട് വീഡിയോ ക്ലാരിറ്റിയിലുള്ള വീഡിയോ കിട്ടുന്ന തോന്നുന്നു. മുന്നോട്ട് പോയി നോക്കാം. ഞാൻ നിങ്ങൾക്കൊരു കാഴ്ച കാണിച്ചു തരാം. ഇതാണ് നമ്മളെ കോട്ടക്കൽ ബൈപ്പാസിലുള്ള റോഡിൻ്റെ വീതി. അപ്പോൾ ഇവിടെ ഒരു ട്രാക്ക് കാണാം, 2 ട്രാക്ക്, 3 ട്രാക്ക്, 4മതൊരു ട്രാക്കിനുള്ള വീതി കൂടെ ഉണ്ട് എന്നാണ് പറയേണ്ടത്. അത്രയും വീതിയിലാണ് ഇവിടെ ഈ ഭാഗം വിട്ടിട്ടുള്ളത്. അതുകൊണ്ട് യാത്രക്കാരായ വാഹനങ്ങൾക്കൊക്കെ ഈ സൈഡിലൊക്കെ വരുമ്പോൾ നിർത്താനും കൂടെ നല്ല വീതിയുണ്ട്. വലിയ ലോറികൾക്കൊക്കെ നിർത്താവുന്ന അത്രയും വീതി ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. കണ്ടപ്പോൾ ഒന്ന് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. ഇതെന്താണെന്ന് അറിയോ? ഇത് നമ്മുടെ ഡ്രെയിനേജിൻ്റെ മുകളിൽ ഇടുന്ന ഒരു നെറ്റ് പോലുള്ള വെള്ളമൊക്കെ ഒഴുകി പോകാനുള്ള ഒരു ഭാഗമാണ്. ഡ്രെയിനേജ് കൊടുത്തതിൻ്റെ ഭാഗത്ത്, ഒഴിവാക്കി വിട്ട ഭാഗത്ത് വെള്ളമൊക്കെ ഒഴുകി പോകാൻ വാഹനങ്ങളൊക്കെ ഇതിൻ്റെ മുകളിലൂടെ പോകാൻ പറ്റും. അങ്ങനത്തെ രീതിയിൽ അത്ര സ്ട്രോങ് ആയിട്ടുള്ള ഇതിലുണ്ടാക്കിയത്. കണ്ടാൽ നമുക്കൊരു ജനൽ കട്ടിൽ പോലെയൊക്കെ തോന്നും. ഇതിങ്ങനെ ആ സ്ലാബിൻ്റെ കട്ടിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇത് ചില ഭാഗങ്ങളിലൊക്കെ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് നല്ലതാണ് വെള്ളമൊക്കെ ഒഴുകി പോകാൻ. ഇപ്പം അങ്ങനെയുള്ള കാഴ്ചകളും ചില ഭാഗത്തൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ്, ഈ ഭാഗത്താണ് ഇനി പെയിൻറ്റിങ് ചെയ്യാനുള്ളത്. ഇവിടെ കാട് പിടിച്ചേക്കണം. അപ്പോൾ നമ്മൾ കുറച്ച് ഇങ്ങോട്ട് വരുമ്പോൾ കാണുന്ന ഇവിടെ ഒരു മെഷീനൊക്കെ കാണാം നമുക്ക്. ഈ സൈഡിൽ ഇങ്ങനെ ഒരു വാള് കൊടുക്കുന്ന, കോൺക്രീറ്റ് വാളൊക്കെ കൊടുക്കുന്ന സൈഡിലൊക്കെ പുല്ലൊക്കെ നല്ല രീതിയിൽ വളർന്നിട്ടുണ്ട്. ഇവിടെ ഇതുപോലുള്ള വാളുകൾ ഇങ്ങനെ ചെറിയ രീതിയിലുള്ള ഈ കോൺക്രീറ്റ് വാളുകൾ ഇങ്ങനെയൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഈ മെഷീൻ ഉപയോഗിച്ചാണ് ചെയ്യുന്ന സംഭവം. ഇതാണ്, ഇത് വിണ്ട് കയറിയിട്ടുണ്ട്, വെയിൽ കൊണ്ടിട്ടായിരിക്കാം. പുതുതായിട്ടിപ്പോൾ കെട്ടിയതാണ്. ആ ഭാഗത്തൊക്കെ കുറച്ച് നേരത്തെ തന്നെ കെട്ടിയിട്ടുണ്ടായിരുന്നു. അവിടെയൊക്കെ കാണാൻ നല്ല വൃത്തിയിൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ചെറിയൊരു ഗ്യാപ്പുകൾ ഇട്ടിട്ട് വെള്ളം ഒഴുകി പോകാനുള്ള. ഈ ഭാഗത്തൊക്കെ ലൈൻ മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ലൈൻ മാർക്കിംഗ് കഴിഞ്ഞുകൊണ്ട് നല്ലൊരു വൃത്തിയിൽ തോന്നുന്നുണ്ട്.
ഇനി ഇവിടെയാണ് ലൈൻ മാർക്കിംഗ് ഒക്കെ വരാനുള്ളത് ഈ ഭാഗത്ത്. ഇങ്ങനെ ഇതൊരു ചെറിയൊരു പാലാണ് ഇവിടെ തോടിൻ്റെ മുകളിലൂടെയുള്ള. അപ്പോൾ ഈ ഭാഗത്ത് ഇനി ഇവിടെയൊക്കെ പെയിൻറ്റിങ് ചെയ്യാനുണ്ട്. പിന്നെ ഇതിപ്പോൾ പുതുതായിട്ട് ഇങ്ങനെ ക്രാഷ് ബാരിയറിൻ്റെ വരുന്ന ഒരു ഭാഗമാണ്. ഇതിങ്ങനെ ജോയിൻ്റ് ആക്കിയിട്ട് ബെൻഡാക്കിയിട്ട് ഈ കോൺക്രീറ്റ് ഭിത്തിയിൽ പിടിപ്പിക്കുകയാണ്. അങ്ങനെയൊക്കെയുള്ള വർക്കുകളൊക്കെയാണ് ചെയ്യുന്നത്. അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ ഇപ്പോൾ അതൊക്കെ ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു ചെറിയ തോടുണ്ട്. ഇതാണ് ഇങ്ങോട്ട് നോക്കുമ്പോൾ അപ്പോൾ നമ്മൾ ഈ കോട്ടക്കൽ ബൈപ്പാസിൽ തന്നെയുള്ള ഒരു വയഡക്റ്റ് ഉണ്ടല്ലോ, ആ വയഡക്റ്റിന്റെ മുകളിലാണ് നമ്മളിപ്പോൾ. ഇവിടെ കാണാം നമുക്ക് വെള്ളമൊക്കെ ഒഴുകി പോകാനുള്ള ഡ്രെയിനേജുകൾ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞൊരു വീഡിയോ എടുക്കാൻ വന്ന സമയത്തൊക്കെ ഇതിൻ്റെയൊക്കെ ഹോളുകൾ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചതായിരുന്നു. ഇതൊക്കെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇവിടെ ലൈറ്റിൻ്റെ കാലിന് വേണ്ടിയുള്ള എല്ലാ വയറിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ ഇതൊക്കെ ഓപ്പൺ ചെയ്ത് വെച്ച് കാണാം. ഇനി കണക്ഷനുകൾ കൊടുക്കാനുള്ള വർക്കുകളാണ്. അധിക ഭാഗത്തും ഇങ്ങനെ കണക്ഷനുകളാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി വളരെ കുറഞ്ഞ ഭാഗത്ത് മാത്രമായിരിക്കും ഇങ്ങനെയുള്ള വർക്കുകളൊക്കെ ചെയ്യാനുള്ളത്. ഇവിടെ കുറച്ച് ഭാഗത്ത് ഇങ്ങനെ ജോയിൻറ്റിങ് ഭാഗങ്ങൾ ക്ലിയർ ചെയ്യാനുണ്ട്. അങ്ങനെയുള്ള ഫിനിഷിംഗ് വർക്കുകളാണ് ഇപ്പോൾ അധികം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ വരുന്ന ഒരു സമയത്ത് ഇവിടെ കണ്ടതാണ്, ഇവിടെ കുറേ പുതിയ താറ് വാഹനങ്ങൾ കാണാം നമുക്ക്. ഇത് ഒരു ചെറിയൊരു പരസ്യമാണ്, പരസ്യത്തിൻ്റെ ഷൂട്ടിങ് നടക്കുകയാണ്. ഇതിൻ്റെ വയഡക്റ്റിൻ്റെ മുകളിൽ അതിന് വേണ്ടിയുള്ള വണ്ടികളൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കും. അവർ ഓരോ കാര്യങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. അപ്പം നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ വരുമ്പോൾ കാണുന്നത് വലിയ മാറ്റങ്ങൾ തന്നെ സംഭവിച്ചിട്ടുണ്ട്. ഇനി വളരെ കുറഞ്ഞ ഭാഗത്ത് മാത്രമാണ് വർക്ക് നടക്കാനുള്ളത്. ഇപ്പൊ ഇതിൽ തന്നെയാണ് കൂടുതൽ വാഹനങ്ങളും കടന്നു പോകുന്നത് കാണാം നമുക്ക്. ഇനി വളരെ കുറഞ്ഞ വർക്കുകളൂടെ കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ വാഹനങ്ങൾ സുഖമായിട്ട് ഇതിലെ യാത്ര ചെയ്യാൻ പറ്റും. കോട്ടക്കൽ ഭാഗത്ത് അധികവും ബ്ലോക്ക് ഉണ്ടാകുന്ന ഒരു ഭാഗമാണ് ചെങ്കുവെട്ടി കോട്ടക്കൽ ഭാഗം. അപ്പോൾ അത് ഒഴിവാക്കാനും കൂടെ സഹായിക്കുന്ന ഒരു ഭാഗം കൂടെയാണ് കോട്ടക്കൽ ബൈപ്പാസ്. ഇവിടെ പുതുതായിട്ട് നമുക്ക് കാണാം. ഇവിടെ ഇപ്പോൾ ഇങ്ങനെ ഒരു കുറച്ച് ഭാഗം കോൺക്രീറ്റ് ചെയ്ത് ഒരു ചെറിയൊരു വാള് ഇങ്ങനെ കാണാം. ഇനി ഇതിനുള്ളിൽ സിമെന്റ് മെറ്റൽ കോൺക്രീറ്റ് ചെയ്ത് നടക്കാറുണ്ട്. ആ വർക്കും കൂടെ ഇവിടെ തുടക്കമിട്ടിട്ടുണ്ട്. ഇവിടെ കുറച്ച് ഭാഗത്താണ്. പിന്നെ ഇവിടെയുള്ള ഭാഗത്തൊക്കെ ഇനി തേപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അങ്ങനെയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ടാണ് പോകാൻ. ആ ഭാഗത്താണ് ഇനി വർക്കുകൾ ടാറിങ് ഒക്കെ കഴിഞ്ഞത് കാണുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഇതിന്റെ മുകൾ ഭാഗത്ത് കുറച്ച് ഒരു വീടൊക്കെ ഉണ്ട്. ആ വീടുള്ള ഭാഗത്ത് പുതുതായിട്ട് ആ വീടിന്റെ ഭാഗത്തൊരു സംരക്ഷണ ഭിത്തി പോലെ കെട്ടിക്കൊടുക്കുന്നുണ്ട്. അതാണ് ഇതിന് കുറച്ച് മുന്നേ അവിടെ അങ്ങനെ ഒരു മണ്ണൊക്കെ ഇളക്കിയതായിട്ടുള്ളൊരു കാര്യമൊക്കെ ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞൊരു വീഡിയോയിൽ. കോട്ടക്കൽ ബൈപ്പാസിന്റെ വീഡിയോ എടുക്കുന്ന സമയത്ത് ആ ഭാഗത്തൊക്കെ ഇപ്പോൾ ഒരു സേഫ്റ്റി വാള് കൊടുക്കുന്നുണ്ട്. വാഹനങ്ങളൊക്കെ ഇതിലൂടെ അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. വളരെ കുറഞ്ഞ വർക്കാണ് ഇനി ഇവിടെ അവശേഷിക്കുന്നത്. നമുക്ക് അടുത്തൊന്ന് പോയിട്ട് കാണാം. ഇപ്പൊ വീഡിയോ എടുക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിട്ട് കിടക്കണം. വാഹനങ്ങൾ എപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഇവിടെ ഇനി പാറ പൊട്ടിക്കുന്ന വർക്കുകളൊന്നും നടക്കുന്നില്ല. വളരെ കുറച്ച് ഭാഗത്ത് മാത്രമാണ് ഇനി പാറ പൊട്ടിക്കാനുള്ളത്. ഇതാണ് വർക്കേഴ്സിന്റെ ഒരു ട്രാക്ടറാണ് തോന്നുന്നത്. ഇവിടെ ഇനി ഇതാ കാണാം, പകുതിയിലേറെയും ഭാഗത്തും ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് ടാറിങ് കഴിഞ്ഞിട്ട് ഇനി സെൻട്രൽ ക്രഷ് ബാരിയർ വെക്കാനുണ്ട്. ഈ സൈഡിൽ ഡ്രെയിനേജ് സിസ്റ്റം കൊടുക്കാനുണ്ട്. വെള്ളം ഇങ്ങനെ ഒഴുകി പോയിക്കൊണ്ടിരിക്കുകയാണ്. മഴയൊന്നുമില്ല, എന്നാലും വെള്ളം ഒഴുകി പോകുന്നത് കാണാം നമുക്ക്. ഇതൊരു കിണറിൻ്റെ ആഴത്തിലൊക്കെ മണ്ണെടുത്തിട്ടാണ് ഹൈവേ നിർമ്മിച്ചിട്ടുള്ളത്, അതുകൊണ്ടായിരിക്കാം. അപ്പോൾ വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഭാഗത്ത് ഇപ്പോൾ പുതുതായിട്ട് ടാറിങ് കഴിഞ്ഞ് കാണാം. ഇനി ഡ്രെയിനേജിൻ്റെ വർക്ക് ചെയ്യാനുണ്ട്. ഈ ഭാഗത്തൊക്കെ ഡ്രെയിനേജിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയാൽ മാത്രമായിരിക്കും ഈ ഭാഗത്തും കൂടെ ഉള്ള ടാറിങ് നടക്കുക. ഇനി ടാറിങ് നടക്കാനുള്ള രീതിയിലേക്ക് ആയിട്ടുണ്ട്. ഇവിടെയുള്ള കല്ലും മണ്ണൊക്കെ മാറ്റി കഴിഞ്ഞാൽ വർക്ക് നടക്കാവുന്ന രീതിയിലേക്ക് ആയിട്ടുണ്ട്. പുതുതായിട്ട് ടാറിങ് ചെയ്തതാണ് തോന്നുന്നത്. ഇവിടെയൊക്കെ നമ്മൾ നടക്കുമ്പോൾ തന്നെ ഒരു താഴ്ന്നു പോകുന്ന രീതിയിലേക്ക് ആയിട്ടുണ്ട്. അങ്ങനെ കോട്ടക്കൽ ബൈപ്പാസും
അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമ്മുടെ കോട്ടക്കൽ ഭാഗത്തുള്ള തിരക്ക് ഒഴിവാകാൻ ആയിരിക്കും. ദീർഘദൂര യാത്രക്കാർക്കൊക്കെ നേരെ ഹൈവേയിലൂടെ പോകാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഇവിടുത്തെ റോഡ് വന്നിട്ടുണ്ട്, ബൈപ്പാസ്. അതുകൊണ്ട് കോട്ടക്കൽ ഭാഗത്തുള്ള തിരക്ക് പൂർണ്ണമായിട്ടും ഒഴിവാകുമെന്നാണ് തോന്നുന്നത്. ഒരു പ്രതീക്ഷയൊന്നുമില്ല. തിരൂർ ഭാഗത്തുനിന്നും മലപ്പുറം ഇങ്ങനെ മറ്റുള്ള ഭാഗത്തു നിന്നൊക്കെ വരുന്ന വാഹനങ്ങൾ ഉണ്ടാവും. ഇവിടെ ഡ്രെയിനേജിൻ്റെ ഉള്ളിലൂടെ വെള്ളം ഒഴുകി പോകുന്നത് കാണാം. അതാണ് ഇതൊക്കെ ഉറവ വെള്ളമാണ്, ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കാതെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കാണാം നമുക്ക് ഈ പൈപ്പിലൂടെ ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം വെള്ളം. ഈ ഭാഗത്തൊക്കെ ഇനി വേനൽക്കാലം ആകുമ്പോൾ വെള്ളം ഉണ്ടാവുമോ എന്ന സംശയമാണ്. കിണറിൽ നിന്നൊക്കെ പോകുന്ന വെള്ളമാണ് ഇതിങ്ങനെ ഒഴുകി പോകേണ്ടത്. ഈ ഭാഗത്ത് കാണാം നമുക്ക് ലൈറ്റിൻ്റെ ഒരു കാല് കൊടുത്ത ഭാഗത്ത് മാത്രം ഇങ്ങനെ കുറച്ച് ഭാഗത്ത് കോൺക്രീറ്റ് ചെയ്ത് അവിടുന്ന് ഇങ്ങനെ വന്നത് ആ ഭാഗം വരെ ചെയ്തിട്ടുള്ളൂ. കാരണം നമുക്ക് പുതുതായിട്ട് ചെയ്ത ഒരു വർക്കാണ്. ഇത്രയും ഭാഗത്ത് ഇനി ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്യാനുണ്ട്. ഈ ഭാഗത്തൊക്കെ ഇങ്ങനെ വന്നിട്ട് അപ്പോൾ ലൈറ്റിൻ്റെ ഈ കൊടുത്തത് കാല് കൊടുത്ത തൂണ് കൊടുത്ത ഭാഗത്ത് മാത്രമാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ള ഭാഗത്ത് പിന്നീട് ചെയ്യും. പിന്നെ അവിടെ ശ്രദ്ധിക്കാനുള്ളത് മറ്റൊരു ഭാഗത്ത് നെറ്റ് കൊടുത്തിട്ടുണ്ട്. ആ ഭാഗത്തൊക്കെ നായ പൂച്ച അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇങ്ങോട്ട് വരാതിരിക്കാൻ അങ്ങനെയൊക്കെ കറക്റ്റായിട്ട് അവർ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. ഇനി വളരെ കുറഞ്ഞ വർക്കുകൾ മാത്രമേ ഉള്ളൂ നമുക്ക് കാണാം. ഇവിടെ ഇനി ഈ ഒരു ഭാഗത്തുള്ള ടാറിങ്ങിൻ്റെ വർക്ക് മാത്രമാണ്. ഇതിൻ്റെ ഡ്രെയിനേജിനെ കാണാം, കമ്പികളൊക്കെ പൊങ്ങിയിട്ട് ഇതിൻ്റെ മുകളിൽ ഇനി സ്ലാബ് വന്നാൽ ഈ ഭാഗത്തൂടെ കംപ്ലീറ്റ് ആവും. ഇവിടെ അതിൻ്റെ വർക്കേഴ്സ് ഒന്നും കാണുന്നില്ല, എന്തുകൊണ്ട് അറിയില്ല, ഒന്നും വർക്കൊന്നും കാണുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ കോട്ടക്കൽ ബൈപ്പാസ്. ഇനി വളരെ കുറഞ്ഞ വർക്കുകൾ മാത്രം. ഇങ്ങനെയുള്ള ഭാഗത്ത് വീഴുന്ന കോൺക്രീറ്റുകൾ പിന്നീട് ഇവർ ടാറിങ് ഒക്കെ കഴിഞ്ഞ് ഈ ഭാഗത്ത് വന്നതിൻ്റെ ശേഷം പിന്നെ അവർ JCB ഒരു ഡ്രില്ല് ചെയ്തുകൊണ്ട് എടുത്ത് മാറ്റണേ. അതൊക്കെ വീണ്ടും ഒരു പണി കൂടെ, 2 പണിയാണ്. ആ സമയത്ത് തന്നെ പെട്ടെന്ന് എടുത്ത് മാറ്റിയാൽ ഇങ്ങനെ സെറ്റാവില്ല. ഇതിപ്പോൾ നല്ലോണം സെറ്റാവും മഴയും വെള്ളമൊക്കെ കൊണ്ടിട്ട്. അപ്പോൾ ഇതുപോലെ നമ്മുടെ വെട്ടിച്ചിറ ഭാഗത്തൊക്കെ ഒരുപാട് ഡ്രെയിനേജിൻ്റെ മുകളിൽ കോൺക്രീറ്റ് വീണ് കിടക്കുന്നത് കാണാം. ഈ ഭാഗത്തു നിന്നൊക്കെ ഇങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ വീഴുന്നതാണ്. ആ സമയത്ത് തന്നെ എടുത്ത് മാറ്റുകയാണെങ്കിൽ സെറ്റാവില്ല. ഇനി ഏകദേശം ഒരു 50 മീറ്ററോളം ഭാഗത്ത് മാത്രമാണ് ഇങ്ങനെ ടാറിങ്ങും ചെയ്യാനുള്ളൂ, ഇതുപോലെ ഡ്രെയിനേജിൻ്റെ സിസ്റ്റം കൊടുക്കാനുള്ളൂ. ബാക്കി ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെ ഉറവുള്ള ഭാഗത്തൊക്കെ ഇങ്ങനെ നനവ് കാണാം നമുക്ക്. ബാക്കിയുള്ള ഭാഗത്തൊക്കെ നല്ല രീതിയിൽ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇവിടെ മാത്രം ഒരു ചെറിയൊരു പാറക്കൂട്ടം കാണുന്നുണ്ട്. ഇത് ഇനി ഡ്രെയിനേജിന് പൊട്ടിക്കുന്ന സമയത്ത് എടുക്കാനായിരിക്കും. ബാക്കി എവിടെയും അങ്ങനെ കാണുന്നില്ല. നല്ല രീതിയിൽ തന്നെ സെറ്റായിട്ടുണ്ട്. ഇവിടെയൊക്കെ മെറ്റൽ ചെയ്ത് കുറേ ഭാഗം ഇങ്ങോട്ട് തെറിച്ച് നിൽക്കുന്ന കാണാം നമുക്ക്. ഇത്രയും ഭാഗം ടാർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇവിടുന്ന് അങ്ങോട്ടും പഴയതാണ്. ഇവിടുന്ന് മുന്നേ തന്നെ ടാറിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്. വളരെ കുറഞ്ഞ ഭാഗത്താണെങ്കിലും അവർ ടാറിങ് കംപ്ലീറ്റ് ആക്കുന്നുണ്ട്. ആവുന്നത് ക്ലിയർ ആക്കിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ നമുക്ക് കാണാം ഫുള്ളായിട്ട് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു കുറഞ്ഞ ഭാഗത്ത് മാത്രമാണ് ഇനി ടാറിങ് ചെയ്യാൻ ഇങ്ങനെയുള്ള ഡ്രെയിനേജിൻ്റെ വർക്കുകൾ മാത്രമുള്ളത്. അപ്പോൾ വളരെ വേഗത്തിൽ വർക്കുകൾ കംപ്ലീറ്റ് ആയി ഓപ്പൺ ചെയ്ത് കൊടുത്താൽ കോട്ടക്കൽ ഭാഗത്തുള്ള ബ്ലോക്കുകളൊക്കെ നമുക്ക് ഒഴിവാക്കിയിട്ട് വേഗത്തിൽ യാത്ര ചെയ്യാൻ പറ്റും. ഇവിടേക്ക് പോയി നോക്കാം, കുറച്ച് അടുത്തോട്ട് ഇങ്ങോട്ട്. ഇവിടെ ഡ്രെയിനേജിൻ്റെ ഒരു ഭാഗമുണ്ട്. ഡ്രെയിനേജ് എങ്ങോട്ടാണ് പോകുന്ന വെള്ളം അറിയില്ല. ഒരു പക്ഷേ ഇതിൻ്റെ ഉള്ളിലൂടെ താഴോട്ട് ഇങ്ങോട്ട് ആണ് വെള്ളം ഒഴുകി പോകുന്നതെന്ന് തോന്നുന്നത്. ഈ കരിങ്കൽ കോറിയിൽ നിന്നൊക്കെ വെള്ളം ഒഴുകി വരുന്ന പോലെയാണ്. പാറയല്ലേ ഫുള്ളായിട്ട്, അവിടെയൊക്കെ പാറ ആണ് കാണുന്നത്. ഇവിടെ വരുമ്പോൾ ഇങ്ങോട്ട് ഡ്രെയിനേജ് ഉണ്ട്. ഈ ഇതിൻ്റെ ഉള്ളിലൂടെ ഡ്രെയിനേജ് ഉണ്ട്. അങ്ങോട്ടാണ് വെള്ളം ഒഴുകി പോകുന്നത്. ഇപ്പോൾ ഇതാണ് പാറപ്പട്ടിക്കലിൻ്റെ ആശാന്. ഇപ്പോൾ വർക്കൊന്നും ഇല്ലാതെ റെസ്റ്റ് എടുക്കണം തോന്നുന്നത്. അവിടെ ഒരു ഇറ്റാച്ചി വേറെ ഉണ്ട്.
അപ്പോൾ ഇവിടെ കുറച്ച് ഭാഗത്ത് ഇനി കോൺക്രീറ്റ് വാൾ കൊടുക്കാനുണ്ട്, അതുപോലെ സോയിൽ ലൈനിങ്ങിൻ്റെ വർക്കുകളൊക്കെ ഉണ്ട്. അങ്ങനെ ഉണ്ട്. ഇതിൻ്റെ സൈഡിലേക്ക് പോവുകയാണെങ്കിൽ എന്താണ് നോക്കാം. കുറേ വെള്ളം ഇതിൽ ഒഴുകി പോകുന്നുണ്ട്. ഇപ്പോൾ മഴയൊക്കെ നിന്നിട്ട് ഇപ്പോൾ ഒരു ആഴ്ചയിൽ ആറായി, എന്നിട്ടും വെള്ളം ഇങ്ങനെ ഒഴുകി വരികയാണ്. അപ്പോൾ ഈ ഭാഗത്തുള്ള ഭൂമിയിലുള്ള ഉറവ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ വെക്കാനുള്ള സെൻറ്ററിൽ വെക്കാനുള്ള ക്രഷ് ബാരിയറുകൾ വരെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്, കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി വളരെ കുറഞ്ഞ ഭാഗത്ത് നിന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് ഇങ്ങനെ അങ്ങോട്ടുള്ള ആ ഒരു ഓവർപാസിൻ്റെ അടുത്ത് വരെയാണ് ഇത് വെക്കാനുള്ളത്, നമ്മുടെ ക്രാഷ് ബാരിയർ വെക്കാനുള്ളത്. അപ്പോൾ അതൊക്കെ ഇവിടെ സെറ്റാണ്, അതിനുള്ള ഗ്യാപ്പ് ഇവിടെ റെഡിയാണ്. അപ്പോൾ എല്ലാം ഭാഗത്തും വർക്കുകൾ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ഇപ്പം അവർ അവിടെയൊക്കെ ചെയ്യുന്നത് പറഞ്ഞാൽ ഈ സൈഡിലുള്ള മണ്ണുകളൊക്കെ നീക്കുന്നുണ്ട്, അങ്ങനെയുള്ള വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കോട്ടക്കൽ ബൈപ്പാസിൽ പുതുതായിട്ട് വന്നിട്ടുള്ള മാറ്റങ്ങൾ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ. വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.